لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും മരണത്തിന് ശേഷം നമ്മളെല്ലാവരും അവിടേക്കെത്തുമെന്നും ഉൾക്കൊണ്ടവരാണ് വിശ്വാസികൾ. അവിടെ വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ചുകൂടി നിൽക്കുന്നതിനെ പറ്റിയാണ് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ആ മഹ്ശറിൽ എല്ലാവർക്കും പ്രയാസമല്ല. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം പ്രദാനം ചെയ്യും. ആളുകൾ വിയർത്തൊലിച്ച് പ്രയാസപ്പെട്ട് മഹ്ശറിൽ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് എളുപ്പം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ദീൻ മുറുകെ പിടിച്ച് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന ആളുകളാണ്. ഇവിടെ നമുക്ക് റബ്ബിനെ ഒരു പേടിയുമില്ല എങ്കിൽ നമ്മുടെ ദീൻ ഒരു ഗൗരവമായി ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള പേടി നമ്മളെ ഇപ്പോഴും പ്രയാസപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആ പേടി നാളെ മഹ്ശറിലുണ്ടാകും. ഇവിടെ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവന് നാളെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ പേടിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന വിഷയമാണ്. രണ്ടാമതായിക്കൊണ്ട് കടം വാങ്ങിയ ആളുകൾക്ക്
എളുപ്പം നൽകുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു, അയാൾക്കത് തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്, ആഗ്രഹമുണ്ട്, ശ്രമിക്കുന്നുമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അവർക്ക് എളുപ്പം നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് പരലോകത്ത് എളുപ്പം നൽകും. ബുറൈദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അൻളറ മുഅ്സിറൻ ഫലഹു കുല്ലു യൗമിൻ മിസ്ലഹു സ്വദഖ. ഒരാൾ കടം നൽകാനുള്ള വ്യക്തിക്ക് എളുപ്പം പ്രദാനം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് എത്രയാണോ കടം നൽകിയിട്ടുള്ളത് അത്രയും പണം സ്വദഖയായി അല്ലാഹു രേഖപ്പെടുത്തും. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞത്, മൻ അൻളറ മുഅ്സിറൻ ഫലഹു കുല്ലു യൗമിൻ മിസ്ലൈഹി സ്വദഖ. കടം തരാനുള്ള വ്യക്തിക്ക് എളുപ്പം നൽകിയാൽ എത്രയാണോ കടം കൊടുത്തത് അതിൻ്റെ ഇരട്ടിയായി അത് സ്വദഖ നൽകിയ രൂപത്തിൽ അല്ലാഹു പ്രതിഫലമായി അവൻ രേഖപ്പെടുത്തും. ഇത് റസൂലുള്ളാഹി 2 രൂപത്തിൽ പറഞ്ഞപ്പോൾ സ്വഹാബി ചോദിക്കുകയാണ്, റസൂലേ, നിങ്ങളിങ്ങനെ 2 രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം പറഞ്ഞത് എത്രയാണോ കടം നൽകിയത് അത്രയും പണം സ്വതക്കയായി നൽകുന്നതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് എത്രയാണോ കടം നൽകിയത് അതിൻ്റെ ഇരട്ടി സ്വതക്കയായി നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. ലഹു ബികുല്ലി യൗമിൻ മിസ്ലഹു സ്വദഖത്തുൻ ഖബ്ല അൻ യഹില്ല അദ്ദൈൻ. കടം മേടിക്കുമ്പോൾ ഒരു തീയതി നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ തീയതി എത്തുന്നത് വരെ അയാൾക്ക് സമയം നീട്ടിക്കൊടുക്കുമ്പോൾ ഓരോ ദിവസവും എത്രയാണോ കടം മേടിച്ചത് അത്രയും പണം സ്വതക്ക നൽകിയതിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാൾക്ക് നൽകും. فإذا حل الدين فأنظره بعد ذلك فله كل يوم مثليه صدقة. ഇനി കടം വീട്ടേണ്ട സമയമെത്തിയിട്ടും അയാൾക്ക് വീണ്ടും സമയം നീട്ടിക്കൊടുത്താൽ എത്ര ദിവസം നീട്ടിക്കൊടുക്കുന്നുണ്ടോ അത്രയും ദിവസം കടം നൽകിയതിൻ്റെ ഇരട്ടി സ്വതക്ക നൽകിയതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സറഹു അയ്യുൻജിയഹുല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും പ്രയാസങ്ങളിൽ നിന്ന് എളുപ്പം നൽകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയുനഫിസ് അൻ മുഅ്സിരിൻ ഔ യല അൻഹു. അവൻ പ്രയാസം അനുഭവിക്കുന്നവന് എളുപ്പം പ്രദാനം ചെയ്യട്ടെ, അല്ലെങ്കിൽ ആ കടം പൂർണ്ണമായി അവൻ വിട്ടു നൽകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞുപോയ സമുദായത്തിലെ ഒരു മനുഷ്യൻ, അയാൾ മരണപ്പെടാൻ നേരത്ത് മലക്കുകൾ അയാളോട് ചോദിക്കുന്നുണ്ട്, ഹൽ അമിൽത മിൻ ഖൈർ, എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, മാ അലമു, എനിക്കറിയില്ല. ഗൈറ അന്നി കുൻതു ഉബാഇഉൻ നാസ ഫിദ്ദുനിയാ വ ഉജാസിഹിം, ഞാൻ ആളുകളോട് ക്രയവിക്രയം ചെയ്തിരുന്നു. ആ മനുഷ്യന് പറയാണ്, എൻ്റെ നന്മകളൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്നാൽ ഞാൻ ആളുകളോട് ക്രയവിക്രയം ദുനിയാവിൽ വെച്ച് ചെയ്യുമ്പോൾ ഫഉംദിറുൽ മുസിർ വ അതജാവസു അനിൽ മുഅ്സിർ, പ്രയാസം അനുഭവിക്കുന്നവന് അവൻ ആ കടം തിരിച്ചു തരാൻ കഴിയുമെങ്കിൽ ഞാൻ അവന് സമയം നീട്ടിക്കൊടുക്കുമായിരുന്നു. തരാൻ കഴിയാത്തവനാണ് എങ്കിൽ ഞാനത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഹദീസിൽ കാണാം, ഫഅദ്ഖലഹുല്ലാഹുൽ ജന്ന, അതുമൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ പ്രിയമുള്ളവരെ, ദുനിയാവിൽ കടം തിരിച്ചടക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ഒരു സാവകാശം നൽകിയാൽ, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കും. പ്രയാസങ്ങളിൽ നിന്ന് ഒരു എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യും. ഇതിനർത്ഥം തൗഹീദില്ലാതെ ശിർക്കും കുഫറും ചെയ്ത് ജീവിച്ച് എന്നിട്ട് എല്ലാവിധ ചാരിറ്റികളിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ പരിഗണിക്കുന്നല്ല. ഏത് അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിലും തൗഹീദ് അടിസ്ഥാനമാണ്. തൗഹീദ് ഇല്ലാത്തവൻ്റെ സാമൂഹ്യ സേവനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ വിലയില്ലാത്തതാണ്. അതുപോലെ തന്നെ മഹ്ശറിൽ പ്രയാസത്തിൽ നിന്ന് എളുപ്പം ലഭിക്കുന്ന മൂന്നാമത്തെ വിഭാഗമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർ.
അത് വല്ലാത്തൊരു തൗഫീഖാണ്. ഇതൊരുപാട് ആളുകൾ അറിയാതെ പോയ ഒരു മധുരമാണ്. നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട്. വഴിയോരങ്ങളിലിരുന്ന് കഥ പറയുന്ന, പാലത്തിൻ്റെ ഓവുചാലിൻ്റെ അരികിലിരുന്ന് കഥ പറയുന്ന ഒരുപാട് ക്ലബ്ബുകൾ, ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ നമുക്കുണ്ട്. വാട്സപ്പിൽ തന്നെ ഒരുപാട് കൂട്ടായ്മകൾ. ഒരുപക്ഷെ നമ്മൾ LP മുതൽ പഠിച്ച LPയിലെയും UPയിലെയും മുഴുവൻ ബാച്ചിൻ്റെയും വാട്സപ്പ് കൂട്ടായ്മകൾ നമ്മുടെ വാട്സപ്പിലുണ്ടാകും. എന്നാൽ പ്രിയമുള്ളവരെ, പരലോകത്ത് ഉപകാരപ്പെടുന്ന സൗഹൃദങ്ങൾ നമുക്കുണ്ടോ? പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒന്നിച്ചു ചേരലുകൾ നമുക്കുണ്ടോ? അങ്ങനെയുള്ള ഒരുമിച്ച് ചേരലുകൾ നമുക്കുണ്ട് എങ്കിൽ ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ പറയുമെന്നാണ്, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എൻ്റെ മഹത്വത്തിനു വേണ്ടി, എനിക്ക് വേണ്ടി സ്നേഹിച്ചവർ ആരെല്ലാം ഉണ്ട്? എൻ്റെ മഹത്വത്തിൻ്റെ പേരിൽ, എൻ്റെ തൃപ്തിക്ക് വേണ്ടി, എൻ്റെ പ്രതിഫലം ലഭിക്കാൻ ദുനിയാവിൻ്റെ ഒരു ലക്ഷ്യങ്ങളുമില്ലാതെ എൻ്റെ ദീനിൻ്റെ പേരിൽ സ്നേഹിച്ചവരെവിടെ? അൽ യൗമ അളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി, ഇന്നൊരു തണലുമില്ലാത്ത ദിവസത്തിൽ അവർക്ക് ഞാൻ തണൽ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകുന്ന ഒരു വിഭാഗമാണവർ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സൗഹൃദങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹബന്ധങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹൃദയബന്ധങ്ങൾ, പ്രിയമുള്ളവരെ, അത് നമുക്ക് ആവശ്യമാണ്. അവരെ ഒന്നിച്ചു ചേരാൻ അവർക്കത് പ്രേരണമായത് അള്ളാഹുവിൻ്റെ ദീനാണ്. അവരെ കൂട്ടുകാരാക്കിയത് അള്ളാഹുവിൻ്റെ ദീനാണ്. അവർ മണിക്കൂറുകളോളം സംസാരിച്ചത് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചാണ്. അവർ കാണാൻ ആഗ്രഹിച്ചത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിലാണ്. അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നാളെ മഹ്ശറിൽ നമുക്ക് തണലാണ്. അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നമുക്കുണ്ടോ? വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നാളെ മഹ്ശറിൽ പരലോകത്ത് ഉപകാരപ്പെടുന്ന സൗഹൃദങ്ങൾ, പ്രിയമുള്ളവരെ, നമുക്കുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഇണക്കിയത് ഈ ദീനിൻ്റെ പേരിലാണ്. മദീനയിൽ ഔസും ഖസ്റജും 120 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളാണ്. അന്നവർക്ക് ഇസ്ലാം എത്തിയിട്ടില്ല. അന്ന് ഇസ്ലാം അവർക്ക് എത്തിയിട്ടില്ല. നിസാരമായ കാരണങ്ങളുടെ പേരിൽ ഔസും ഖസ്റജും 120 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മദീനയിലേക്ക് അയച്ചു. അദ്ദേഹം അവിടെ എത്തി ഔസിനും ഖസ്റജിനും ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇസ്ലാം അവരിലേക്കെത്തി. അവരാണ് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ട അൻസാറുകളായി മാറിയത്. ഇസ്ലാം എത്തിയപ്പോൾ അവരുടെ ഹൃദയം ഇണങ്ങി. 120 വർഷം നീണ്ടുനിന്ന യുദ്ധം ചെയ്തിരുന്ന ആ ഒരു ജനത പിന്നീട് 400 കിലോമീറ്ററുകൾക്കധികം ദൂരമുള്ള മക്കയിൽ നിന്ന് മുഹാജിറുകൾ വന്നപ്പോൾ ഒരു രക്തബന്ധമോ കുടുംബബന്ധമോ ഇല്ലാഞ്ഞിട്ട് പോലും ആ മുഹാജിറുകൾക്ക് തങ്ങളുടെ വീടൊഴിഞ്ഞു കൊടുത്തത് 120 വർഷം യുദ്ധം ചെയ്ത ഈ ജനതയാണ്. തങ്ങളുടെ സമ്പത്തിൻ്റെ പകുതി നൽകാൻ അവർ തയ്യാറായി. തങ്ങളുടെ വീടിൻ്റെ പകുതി നൽകാൻ അവർ തയ്യാറായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ പേരിൽ ഹൃദയമിണങ്ങിയപ്പോൾ അവർ അൻസാറുകളായി മാറി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദീന് നമ്മളെ ഇണക്കണം. നമ്മുടെ ഹൃദയങ്ങളെ ദീൻ ഒന്നിച്ചു ചേർക്കണം. തൗഹീദുള്ളവർക്ക് പരസ്പരം സ്നേഹിക്കുവാൻ, തൗഹീദുള്ളവർക്ക് പരസ്പരം ആദരിക്കുവാൻ, തൗഹീദുള്ളവർക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. തൗഹീദുള്ളവരുടെ ഹൃദയങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ സ്നേഹിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കും, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എൻ്റെ മഹത്വത്തിൻ്റെ പേരിൽ സ്നേഹിച്ചവരാരുണ്ട്? മറ്റൊരു വിഭാഗം മഹ്ശറിൽ അല്ലാഹു പ്രയാസം നീക്കിക്കൊടുക്കുന്നവർ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുന്നവരാണ്. ഈ ദുനിയാവിൽ
നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണോ അതുപോലെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ നമ്മളോടും. എൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഞാൻ മറ്റുള്ളവരോട് എങ്ങനെയാണ്, അതിനനുസരിച്ചു കൊണ്ടായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോടും പെരുമാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ ഖുറബിദ് ദുനിയ, ആരെങ്കിലും ഇഹലോകത്ത് ഒരു വിശ്വാസിയുടെ പ്രയാസം നീക്കിക്കൊടുത്താൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, പരലോകത്ത് അവന്റെ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. ഇവിടെ ഒരാൾക്ക് നല്ല വീടില്ല, അത് പ്രയാസമാണ്, രോഗമാണ്, ആശുപത്രി വരാന്തകളിൽ കഠിനമായ രോഗവുമായി, വേദനകളുമായി, പ്രയാസങ്ങളുമായി വരി നിൽക്കുന്ന എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കുറഞ്ഞ സമയം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ നമ്മുടെ സമയത്തിൽ നിന്ന്, നമ്മുടെ തിരക്കുകളിൽ നിന്ന് മാറ്റിവെക്കുവാൻ നമുക്ക് സാധിച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകും. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, വമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഞെരുക്കം അനുഭവിക്കുന്ന ഒരാൾ എളുപ്പം പ്രദാനം ചെയ്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുന്നതാണ്. ഒരാൾക്ക് നമ്മളൊരു ജോലി ശരിയാക്കി കൊടുത്തു, ഒരുവന് നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ചില ആളുകൾക്ക് ഒരു വാക്ക് മതിയാകും. രോഗം മൂർച്ഛിച്ച് മരണശയ്യയിൽ കിടക്കുന്ന ഒരു രോഗിയോട് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആശ്വാസത്തിൻ്റെ ഒരു സംസാരം മതിയാകും അയാളുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുവാൻ. മറ്റുള്ളവർക്ക് ആ രൂപത്തിൽ എളുപ്പം പ്രദാനം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും എളുപ്പം നൽകും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അല്ലാഹു ദുനിയാവിലും പരലോകത്തും അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കും. എല്ലാവർക്കും പോരായ്മകളുണ്ട്. പ്രിയമുള്ളവരെ, ആരും പൂർണ്ണരല്ല. പണ്ഡിതന്മാർക്ക് പോരായ്മകളുണ്ട്, നേതാക്കന്മാർക്ക് പോരായ്മകളുണ്ട്, അണികൾക്ക് പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ, ആരുടെയെങ്കിലും ന്യൂനതകൾ നമ്മൾ മറച്ചു വെച്ചാൽ, അവന്റെ അഭിമാനം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ രക്ഷപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ന്യൂനതകളും ദുനിയാവിലും പരലോകത്തും മറച്ചു വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹ്, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. നമ്മൾ സഹോദരനെ സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു കൊണ്ടിരിക്കുന്ന അത്രയും സമയം അള്ളാഹുവിൻ്റെ സഹായം സാമ്പത്തികമായും ശാരീരികമായും എല്ലാം നമ്മിലുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും സഹായിക്കുവാൻ, സ്നേഹിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതുപോലെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം പ്രദാനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് കോപത്തെ അടക്കി വെച്ചവൻ, കോപത്തെ നിയന്ത്രിച്ചവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കലമ ഗൈലൻ, ഒരാൾക്ക് കോപം വരികയും അതിനെ അവൻ അടക്കി വെക്കുകയും ചെയ്തു. വഹുവ ഖാദിറുൻ അലാ അയ്യുംഫിദഹു, എന്നാൽ ആ കോപത്തെ പ്രകടിപ്പിക്കുവാൻ അവൻ കഴിവുള്ളവനാണ്, എന്നിട്ടും അവൻ അതിനെ അടക്കി വെച്ചാൽ ദഅാഹുല്ലാഹു അസ്സ വജല്ല അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ ഹത്താ യുഖയ്യിറഹുല്ലാഹു മിനൽ ഹൂരിൽ ഐനി മാ ഷാ, മഹ്ശറിൽ എല്ലാവരും നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കുകയും സ്വർഗീയ സ്ത്രീകളിൽ നിന്ന് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവസരം നൽകുകയും ചെയ്യും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അവ്വലുൽ ഗളബി ജുനൂൻ, കോപത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്താണ്. എന്താണ് പറയുന്നത് എന്നോ, ആരോടാണ് പറയുന്നത് എന്നോ, എന്താണ് ചെയ്യുന്നത് എന്നോ നോക്കൂല. തൻ്റെ കോപം തീരുമാറ് അതിന് വേണ്ടതെല്ലാം പറയും, അതിന് വേണ്ടതെല്ലാം ചെയ്യും.
എന്നാൽ വആഖിറുഹു നദിം, അതിൻ്റെ അവസാനമാകട്ടെ അത് ഖേദവുമാണ്. അതുകൊണ്ട് കോപത്തെ അടക്കി വെക്കുവാൻ നമുക്ക് സാധിച്ചാൽ നാളെ പരലോകത്ത് വമ്പിച്ച നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നാളെ മഹ്ശറിലെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹ്ശറിലെ ദൈർഘ്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ്റെ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിൻ്റെ മുന്നിൽ ആളുകൾ മഹ്ശറിൽ നിൽക്കുന്ന ആ ദിവസം എന്ന് പറഞ്ഞാൽ മിഖ്ദാറ നിസ്ഫി യൗമിൻ മിൻ 50,000 സന, അതിൻ്റെ അളവ്, അതിൻ്റെ ദൈർഘ്യം 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൻ്റെ പകുതിയാണ്. അഥവാ മഹ്ശറിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷം ദൈർഘ്യമുള്ളതായിരിക്കും. ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ 50,000 വർഷങ്ങൾ കഴിഞ്ഞു പോകണം. ആ രൂപത്തിലുള്ള അര ദിവസമായിരിക്കും മഹ്ശറിലുണ്ടാവുക. 25,000 വർഷങ്ങൾ കഴിഞ്ഞു പോകണം. ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ, ആളുകൾ വിയർത്തൊലിക്കുമ്പോൾ, ആളുകൾ ഏറെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ, വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തിരിഞ്ഞാൽ നരകത്തെ മാത്രം കാണുന്ന ആ മഹ്ശറിൽ 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൻ്റെ പകുതി ദിവസം അവിടെ നിൽക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞു, യൗമുൽ ഖിയാമത്തി അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് യൗമുൽ ഖിയാമ കഖദിരി മാ ബൈന ളുഹ്രി വൽ അസ്ർ, ളുഹ്റിൻ്റെയും അസ്റിൻ്റെയും ഇടയിലുള്ള സമയം പോലെയായിരിക്കും. ളുഹ്ർ നമസ്കാരത്തിൻ്റെയും അസ്ർ നമസ്കാരത്തിൻ്റെയും ഇടയിൽ എത്ര സമയമുണ്ട്? വളരെ കുറഞ്ഞ ഒരു സമയം. അത്രയും ചെറിയ സമയം പോലെ, അത്രയും ദൈർഘ്യം കുറഞ്ഞ നിമിഷങ്ങൾ പോലെ ഈ വർഷങ്ങൾ അവരിൽ കഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ നമ്മൾ നിലനിർത്തുക, നമ്മുടെ തൗഹീദ് മരണം വരെ നമ്മൾ നിലനിർത്തുക. അതിനുവേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായിക്കൊണ്ട് മരണം വരെ നമ്മളെ നിലനിർത്തുകയും മുവഹിദീങ്ങളായി ഇസ്തിഖാമത്തോടുകൂടി മരണം കൈവരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാളെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുന്ന കൂട്ടത്തിൽ, അവൻ്റെ അർശിൻ്റെ തണൽ നൽകുന്ന കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ മരണപ്പെട്ടുപോയ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ നിർഭയത്വവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി ശാരീരികമായി സാമ്പത്തികമായി സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ സമ്പത്തിലും ശരീരത്തിലും നീ എല്ലാ വിധത്തിലുള്ള ഖൈറുകളും ബർക്കത്തുകളും ചൊരിയണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.